കല്യാണപ്പുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറയിൽ കയറി പാട്ട് പാടുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ആയിട്ട് യേശൻ സ്വാമിയുള്ള പാട്ടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കഴിഞ്ഞ് ഇവരെ ഇറങ്ങിപ്പോയതിനു ശേഷം പെൺകുട്ടിയുടെ വാപ്പ ആ റൂമിലൊന്ന് കയറി നോക്കിയ എന്താ അവിടെ കണ്ടറിയങ്ങള്, ആന കരിമ്പും തോട്ടത്ത് കയറിയ മാതിരി ഷോക്കേസിൽ വെച്ചിരുന്ന നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ അതൊന്നും അവിടെ കാണുന്നില്ല. വലിയ വിലപിടിപ്പുള്ള ബെഡ് ഉണ്ട്, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ പ്ലസ് ഇട്ടിച്ചില്ല, കീറിയിട്ട് വെച്ചില്ല. പിന്നെ ഇയാള് ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ ക്ലോസറ്റ് ചവിട്ടി പൊടിച്ചു. നിങ്ങൾ രണ്ടാളും അങ്ങനെ ആക്കണ്ടാറിട്ട് ഒരൊറ്റ ചവിട്ടാണ് അത്ര, അത് പൊട്ടി കിടക്കണം. ഇയാൾക്ക് കണ്ട് കലിയെടുത്ത് പെൺകുട്ടീനെ കൊണ്ടുപോകാൻ സമയമായി. അയാള് പറഞ്ഞു, ഈ ജാതി ആളുകളുടെ കൂട്ടുകാരനായിക്കൊല്ലോ നിങ്ങളെ മകന്, അവന്റെ അടുത്തേക്ക് എൻ്റെ മകളെ പറഞ്ഞേക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞേക്കാൻ